ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. ഇന്ന് 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVS അഥവാ പരിസര പഠനമായിരുന്നല്ലേ ക്ലാസ്. ടീച്ചർ ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ നമുക്കൊരു പുതിയ പാഠം നിന്നെടുത്തല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് വർക്കുകളും തന്നിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാർ ഈ 2 ചിത്രം കണ്ടുവോ? ഈ 2 ചിത്രത്തിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒന്നാമത്തെ ചിത്രം വൃത്തിയുള്ള നാടാണല്ലേ, നല്ല വൃത്തിയും നല്ല സുരക്ഷിതവുമുള്ള നല്ലൊരു നാടാണ് ആദ്യത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒട്ടും വൃത്തിയില്ലാത്ത ഒരു നാടാണല്ലേ ആ രണ്ടാമത്തെ ചിത്രത്തിലുള്ളത്. അപ്പം നമുക്ക് ഇന്ന് ടീച്ചർ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യം. അപ്പോൾ ആ കഥ ഒന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ ചിത്രത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമുക്കിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 4ാമത്തെ പാഠാണ്, വൃത്തി നമ്മുടെ ശക്തി. എലിയമ്മാവ, എങ്ങോട്ടാ യാത്ര? ഞാനീ നാട് വിട്ടു പോവുകയാ കൊതുകച്ച. എന്തുപറ്റി? ഈ വൃത്തിയുള്ള നാട്ടിൽ നമ്മളെപ്പോലുള്ളവർ എങ്ങനെയാ ജീവിക്കുക? വിശന്നു ജീവിക്കാൻ ഇനി വയ്യ. ശരിയാ, മുട്ടയിടാൻ കെട്ടിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും കാണാനില്ല. ജീവിക്കാനുള്ള പ്രയാസം കൊണ്ട് ചങ്ങാതിമാരൊക്കെ നാട് വിട്ടു. ഞാനും കൂടെ പോട്ടെ. എൻ്റെ കാര്യവും കഷ്ടമാ, ഞാനും വരാം. അപ്പം നമ്മളിവിടെ എലി അമ്മാവൻ്റെയും മണിയനീച്ചയുടെയും കൂടിയുള്ളൊരു സംഭാഷണമാണല്ലേ കണ്ടത്. അപ്പം ഇതുവരെ എന്താണ് പറയുന്നത്? വൃത്തിയുള്ള നാട്ടിൽ അവർക്ക് ജീവിക്കാൻ വയ്യ. വൃത്തിയുള്ള നാട്ടിൽ എങ്ങനെയാണ് അവർ ജീവിക്കുക? അവർക്ക് മുട്ടയിടാൻ പോലും തുള്ളി ചെളിവെള്ളം പോലും കെട്ടിക്കിടക്കുന്നില്ലേ എവിടെയും. അപ്പം അങ്ങനെയാണല്ലേ വൃത്തിയുള്ള നാടിൻ്റെ അവസ്ഥ. അപ്പം നമുക്കിതിൻ്റെ ബാക്കിയൊന്ന് നോക്കാം. എലിയമ്മാവനും മണി ഈച്ചയും കൂടിയിട്ട് വൃത്തിയുള്ള നാട്ടിൽ നിന്ന് വൃത്തിയില്ലാത്ത നാട്ടിലേക്ക് പോയോ, അവർക്ക് ഭക്ഷണം കിട്ടിയോ എന്നെല്ലാം നമുക്കൊന്ന് നോക്കാം അല്ലേ. പിന്നെ ഇപ്പോൾ ഒരു ചിത്രം നമുക്ക് കാണാനുണ്ടല്ലേ, ഒരു വൃത്തിയില്ലാത്ത നല്ല മാലിന്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു നാടിൻ്റെ ചിത്രമാണ് കാണാനുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വൃത്തിയുള്ള നാടും വൃത്തിയില്ലാത്ത നാടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാകുമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എത്തിയത് ഭാഗ്യമായി. കുറച്ചു നാളുകൾ കൊണ്ട് ശരീരമൊക്കെ ഒന്ന് നന്നായി അല്ലേ കൊതുകച്ച? അതെ, ഇഷ്ടം പോലെ ഭക്ഷണം, നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം. ഇനി നമുക്ക് എവിടെയും പോകേണ്ട, ഇവിടെ സുഖമായി കഴിയാം, മണിയനീച്ച സന്തോഷത്തോടെ പറഞ്ഞു. ചിത്രത്തിലെ 2 ഗ്രാമങ്ങളും നിങ്ങൾ കണ്ടുവല്ലോ. ഇതിൽ ഏത് ഗ്രാമത്തിലാണ് നിങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ട്? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ചിത്രത്തിലെ 2 നാടുകളും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു നാട് ശുദ്ധിയായ, ശുചിത്വമുള്ള, ക്ലിയർ ആയിട്ടുള്ള ഒരു നാടാണ്. മറ്റേതോ ഒരു വൃത്തിയുമില്ലാത്ത ചപ്പുചവറുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു നാട് അല്ലേ. അപ്പോൾ ഈ നാട്ടിലായിരിക്കും മണിയനീച്ചയ്ക്കും എലിയമ്മാവനും എല്ലാം താമസിക്കാൻ ഇഷ്ടം. അപ്പോൾ നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഒന്ന് നോക്കാം. ചാപ്റ്റർ 4, ഹൈജീൻ അവർ സ്ട്രെങ്ത്. ഹായ് അങ്കിൾ റാറ്റ്, വേർ ആർ യു ഗോയിങ്? ഐ ആം ലീവിങ് ദി കൺട്രി ഡിയർ മോസ്കിറ്റോ. വാട്ട് ഹാപ്പൻഡ്? ഹൗ ക്യാൻ പീപ്പിൾ ലൈക്ക് us live in this clean land? അപ്പോൾ റാറ്റ് ഹായ് അങ്കിൾ എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുകയാണ് എവിടേക്കാണ് പോകുന്നത് എന്ന് മോസ്കിറ്റോ ചോദിക്കുകയാണല്ലേ. അപ്പോൾ റാറ്റ് പറയാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണെന്ന്. അപ്പോൾ മോസ്കിറ്റോ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറയുന്നുണ്ട് റാറ്റ്, എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഈ നാട് ഇഷ്ടപ്പെടുന്നത് എന്ന്, അവരെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന്. ഐ ക്യാൻ ലീവ് സ്റ്റാർവിങ് ലൈക്ക് ദിസ്, എനിക്കിവിടെ ജീവിക്കാനേ പറ്റുന്നില്ല എന്ന്. യു ആർ റൈറ്റ്, there is not a single drop of water lying anywhere to lay my eggs. അപ്പോൾ പറയാണ് നീ പറയുന്നത് ശരിയാണ്, എനിക്ക് എൻ്റെ മുട്ടകൾ ഇടാൻ പോലും കുറച്ച് ചെളിവെള്ളം എവിടെയും കെട്ടി നിൽക്കുന്നില്ല എന്ന് പറയുകയാണല്ലേ. All my friends have left us, life has become difficult. അപ്പോൾ പറയാണ് എല്ലാ ഫ്രണ്ട്സിനും ഇവിടെ താമസിക്കാനായിട്ട് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അവരെല്ലാവരും പോയി എന്ന് പറയാണ്. മേ ഐ കം വിത്ത് യു ടു? അപ്പം മോസ്കിറ്റോ പറയാണ് ഞാനും നിൻ്റെ കൂടെ വരട്ടെ എന്ന്. My situation is equally miserable. I am also coming. Manian Fly joined them too. അപ്പോൾ മനിയൻ ഫ്ലൈയും എന്താണ് അവൻ്റെയും സിറ്റുവേഷൻ മിസറബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ വരികയാണ്. ഇതിനു ശേഷം അവരെവിടെ എത്തി, എന്ത് സംഭവിച്ചു, അവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണം കിട്ടിയോ എന്നെല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ കൂട്ടുകാർക്ക് ഒരു ചിത്രം കാണാല്ലേ, ഒരു വൃത്തിയില്ലാത്തൊരു നാടിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വൗ ലക്കി ദാറ്റ് വി കെയിം ഹിയർ.
അപ്പോൾ പറയാണ് നമ്മളിവിടെ എത്തിയത് ലക്കി ആയിപ്പോയി. അവർ ബോഡീസ് ഹാവ് സ്വെല്ലഡ് ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് മോസ്കിറ്റോ. അപ്പോൾ മോസ്കിറ്റോട് പറയാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ബോഡിയൊക്കെ സ്വെല്ലഡ് ആയി എന്ന് പറയുന്നുണ്ട്. എ ലോട്ട് ഓഫ് ഫുഡ്, ദി ബെസ്റ്റ് പ്ലേസ് ഫോർ അസ്, നമുക്ക് പറ്റിയ ബെസ്റ്റ് സ്ഥലമാണിത്, കുറേ ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാണല്ലേ. വി ആർ നെവർ ഗോയിങ് എനിവർ എൽസ്, ഇനി നമ്മൾ എവിടേക്കും പോകുന്നില്ല. ലെറ്റ്സ് ലീവ് ഹാപ്പിലി ഹെർ, നമുക്കിവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. മനിയൻ ഫ്ലൈ റിമാർക്ക്ഡ് ജോയ്ഫുള്ളി. അപ്പം മനിയൻ ഫ്ലൈ സന്തോഷത്തോട് കൂടിയിട്ട് പറയാണ്. അപ്പം എന്താണ് ഹൗസ് ഫ്ലൈക്കും മോസ്കിറ്റോയ്ക്കും അതേപോലെ തന്നെ റാറ്റിനും എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് അവരെത്തിപ്പെട്ടു അല്ലേ. അവർക്ക് കുറേ ഭക്ഷണം കഴിക്കാനും എല്ലാം ആ സ്ഥലത്ത് നിന്ന് പറ്റുന്നുണ്ടല്ലേ. ഡേർട്ടി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്തിക്കാണ് ആ പ്ലേസിൽ. Didn't you see the two villages in this picture? രണ്ട് വില്ലേജസിൻ്റെ പിക്ചറും കൂട്ടുകാർ ഇതിൽ കണ്ടില്ലേ? വിച്ച് ഓഫ് ദീസ് വില്ലേജസ് ഡു യു പ്രിഫർ ടു ലീവ് ഇൻ? നിങ്ങൾ ജീവിക്കാനായിട്ട് പ്രിഫർ ചെയ്യുക ഏത് വില്ലേജാണ്? വൈ, എന്തുകൊണ്ട് എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. നല്ല ആരോഗ്യത്തോടെ വളരണമെങ്കിൽ നമ്മുടെ പരിസരം വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്തിടങ്ങളിലാണ് കൊതുക്, ഈച്ച, എലി മുതലായ ജീവികൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഇത്തരം ജീവികളാണ് പല രോഗങ്ങളും പരത്തുന്നത്. To live healthily, our surroundings should be kept clean. Mosquitoes, flies and rats live in places that are not clean. Such creatures spread different diseases. അപ്പം നമുക്ക് പല രോഗങ്ങളും വരുന്നത് എന്തിൽ നിന്നൊക്കെയാണ്? ആ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന റാറ്റും ഫ്ലൈസും മോസ്കിറ്റോസും ഒക്കെ പരത്തുന്ന രോഗങ്ങളാണല്ലേ. അപ്പം അത് തടയാനായിട്ട് നമ്മുടെ നാട് എപ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം അല്ലേ. അപ്പം എങ്ങനെയാണ് ഒരു വൃത്തിയില്ലാത്ത നാടും വൃത്തിയുള്ള നാടും എങ്ങനെയെന്ന് നോക്കാം. ചപ്പുചവറുകൾ കുന്നുകൂടി കിടക്കുന്നു. ഗാർബേജ് പൈൽസ് അപ്പ്. അപ്പം ഇത് എന്താവും? വൃത്തിയില്ലാത്ത നാടിൻ്റേതാവും അല്ലേ. മലിനജലം കെട്ടിക്കിടക്കുന്നു. സെവേജ് ഈസ് സ്റ്റാഗ്നേറ്റ്. അപ്പം ഇതും ഒരു വൃത്തിയില്ലാത്ത നാടിൻ്റെ ഒരു അവസ്ഥയിൽ പെട്ടതാണ്. ദിവസവും വീടും പരിസരവും വൃത്തിയാക്കുന്ന ജനങ്ങൾ. പീപ്പിൾ ഹൂ ക്ലീൻ ദെയർ ഹൗസ് ആൻഡ് സറൗണ്ടിങ് എവറി ഡേ. അപ്പം ഇത് എന്താവും? വൃത്തിയുള്ള നാടിൻ്റേതാണ്. മാംസാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ഫോർ ദി ഡിസ്പോസൽ ഓഫ് മീറ്റ് വേസ്റ്റ്. ഇത് വൃത്തിയുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. ചപ്പുചവറുകൾ നിക്ഷേപിക്കാൻ ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡസ്റ്റ്ബിൻ ഹാവ് ബീൻ സെറ്റ് ടു ഡെപ്പോസിറ്റ് ഗാർബേജ്. അപ്പം ഇതെന്താണ്? ഒരു വൃത്തിയുള്ള നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഇല്ല. ദർ ഈസ് നോ സ്പെഷ്യൽ ഫെസിലിറ്റി ഫോർ ഡെഫിക്കേഷൻ ഇൻ പബ്ലിക് പ്ലേസസ്. വീടും പരിസരവും ജനങ്ങൾ ശ്രദ്ധിക്കാറില്ല. പീപ്പിൾ ഡു നോട്ട് കെയർ ടു ക്ലീൻ ദെയർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? വൃത്തിയില്ലാത്ത ഒരു നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാംസാവശിഷ്ടങ്ങൾ പൊതുവഴിയിൽ നിക്ഷേപിക്കുന്നു. മീറ്റ് വേസ്റ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ദി പബ്ലിക് റോഡ്സ്. ഇതും വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മലിനജലം ഒഴുകിപ്പോകുന്നതിന് ഓടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രെയിൻസ് ഹാവ് ബീൻ ഇൻസ്റ്റാൾഡ് ടു ഡ്രെയിൻ ദി സെവേജ്. അപ്പോൾ ഇത് വൃത്തിയുള്ള ഒരു നാടിനെ കുറിച്ചിട്ടാണ്. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദർ ഈസ് സ്പെഷ്യൽ ഫെസിലിറ്റി ഫോർ ഡെഫിക്കേഷൻ ഇൻ പബ്ലിക് പ്ലേസസ്. അപ്പോൾ ഇത് നല്ലൊരു നാടിൻ്റെ പ്രത്യേകതയാണ്, വൃത്തിയുള്ള നാടിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വൃത്തിയില്ലാത്ത നാടിൻ്റെയും വൃത്തിയുള്ള നാടിൻ്റെയും കുറച്ച് പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്കൊരു വർക്ക് തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. വൃത്തിയുള്ള നാട്, വൃത്തിയില്ലാത്ത നാട്. ക്ലീൻ ലാൻഡ്, ഡേർട്ടി ലാൻഡ്. അപ്പോൾ എന്താണ് വൃത്തിയുള്ള നാടിൻ്റെ ഒരു പ്രത്യേകത? ക്ലീൻ ലാൻഡിൻ്റെ ഒരു പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. ചപ്പുചവറുകൾ നിക്ഷേപിക്കാൻ ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡസ്റ്റ്ബിൻസ് ഹാവ് ബീൻ സെറ്റ് അപ്പ് ടു ഡെപ്പോസിറ്റ് ഗാർബേജ്. നെക്സ്റ്റ് വൃത്തിയില്ലാത്ത നാടിൻ്റെ ഒരു പ്രത്യേകത, ഡേർട്ടി ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എഴുതിയിട്ടുണ്ട്. ചപ്പുചവറുകൾ കുന്നുകൂടി കിടക്കുന്നു. ഗാർബേജ് പൈൽസ് അപ്പ്. അപ്പോൾ ഇനി നമ്മളോട് ബാക്കിയുള്ള കുറച്ചെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. വൃത്തിയുള്ള നാട്. മലിനജലം ഒഴുകിപ്പോകുന്നതിന് ഓടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രെയിൻസ് ഹാവ് ബീൻ ഇൻസ്റ്റാൾഡ് ടു ഡ്രൈൻ ദി സെവേജ്. ദിവസവും വീടും പരിസരവും വൃത്തിയാക്കുന്ന ജനങ്ങൾ. പീപ്പിൾ ഹൂ ക്ലീൻ ദെയർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് എവറി ഡേ. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദർ ഈസ് സ്പെഷ്യൽ ഫെസിലിറ്റി ഫോർ ഡെഫിക്കേഷൻ ഇൻ പബ്ലിക് പ്ലേസസ്. മാംസാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ബീൻ
മെയ്ഡ് ഫോർ ദി ഡിസ്പോസൽ ഓഫ് മീറ്റ് വേസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് വൃത്തിയുള്ള നാട് ക്ലീൻ ലാൻഡിൻ്റെ പ്രത്യേകതകൾ വരുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാരെല്ലാവരും എഴുതിയെടുത്തിട്ട് ഈ ബോക്സ് വിപുലമാക്കുക. അടുത്തതായിട്ട് വൃത്തിയില്ലാത്ത നാട് ഡേർട്ടി ലാൻഡ്. അപ്പോൾ അതിൻ്റെ ഒന്ന് എഴുതി നോക്കാം. മലിനജലം കെട്ടിക്കിടക്കുന്നു. സെവേജ് ഈസ് സ്റ്റാഗ്നന്റ്. വീടും പരിസരവും വൃത്തിയാക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കാറില്ല. പീപ്പിൾ ഡു നോട്ട് കെയർ ടു ക്ലീൻ ദെയർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ്. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഇല്ല. ദർ ഈസ് നോ സ്പെഷ്യൽ ഫെസിലിറ്റി ഫോർ ഡെഫിക്കേഷൻ ഓൺ പബ്ലിക് പ്ലേസസ്. മാംസാവശിഷ്ടങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു. മീറ്റ് വേസ്റ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ദി പബ്ലിക് റോഡ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വൃത്തിയുള്ള നാട് ക്ലീൻ ലാൻഡിലും വൃത്തിയില്ലാത്ത നാട് ഡേർട്ടി ലാൻഡിലുമായി നടക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. അടുത്തതായിട്ട് കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെള്ളം കെട്ടി നിൽക്കുന്ന ചിരട്ട, പാത്രങ്ങൾ, പിന്നെ ഉപേക്ഷിച്ച ടയർ, കവറുകൾ, അതുപോലെ പ്ലാസ്റ്റിക് ടോയ്സ്, ബോട്ടിലുകൾ, മാലിന്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കൊതുക് പെരുകാനുള്ള സാഹചര്യങ്ങൾ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്താൻ 8 ദിവസം എടുക്കും. മനുഷ്യന്റെ രക്തം കുടിക്കുന്ന കൊതുകുകൾ നിരവധി രോഗം പരത്തുന്നു. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ തുടങ്ങിയവയാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ. അപ്പം മലേറിയ, ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ, അപ്പം ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. മോസ്കിറ്റോസ് ലൈ എഗ്സ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻ stagnant water. It takes 8 days for the eggs to hatch and grow fully. The blood-sucking mosquitoes spread several diseases like malaria, dengue fever and chikungunya. അടുത്തത് ഈച്ച, ഹൗസ് ഫ്ലൈ. രോഗം പരത്തുന്നത് എങ്ങനെയൊക്കെയാണ്? തുറന്നു വെച്ച ആഹാരത്തിലൂടെ, പിന്നെ വൃത്തിഹീനമായ ചുറ്റുപാടുകളിലൂടെയെല്ലാമാണ് ഹൗസ് ഫ്ലൈ, ഈച്ച രോഗം പരത്തുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ഒരു ചെറു പ്രാണിയാണ് ഈച്ച. മലിനമായ സ്ഥലങ്ങളിലും ചീഞ്ഞ വസ്തുക്കളിലും ഈ ജീവിയെ കാണാം. മധുരമുള്ളതും തുറന്നു വച്ചിരിക്കുന്നതുമായ ആഹാര സാധനങ്ങളിൽ ഈച്ച വന്നിരിക്കും. വയറിളക്കം, കോളറ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് ഈ ചെറുജീവിയാണ്. അപ്പോൾ നമ്മൾ ഈച്ചയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ദി ഹൗസ് ഫ്ലൈ ഈസ് എ സ്മോൾ ഇൻസെക്ട് സീൻ ഇൻ അവർ സറൗണ്ടിങ്സ്. ദിസ് ക്രിയേച്ചർ ഈസ് സീൻ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ് ആൻഡ് ഓൺ ഡിക്കേഡ് സബ്സ്റ്റൻസസ്. ദി ഹൗസ് ഫ്ലൈ മേ സിറ്റ് ഓൺ ഫുഡ് സ്റ്റഫ് ദാറ്റ് ഈസ് സ്വീറ്റ് ഓർ കെപ്റ്റ് ഓപ്പൺ. ദി സ്മോൾ ക്രിയേച്ചർ സ്പ്രെഡ്സ് ഡിസീസസ് ലൈക്ക് ഡൈസെൻറ്ററി ആൻഡ് കോളറ. അടുത്തത് എലിയെ കുറിച്ച് നോക്കാം. എലി എന്ന വില്ലൻ. എലി പരത്തുന്ന രോഗങ്ങൾ: എലിപ്പനി, ടൈഫസ്, പെവിഷം, പ്ലേഗ്. അപ്പോൾ ഇതൊക്കെയാണ് എലി പരത്തുന്ന രോഗങ്ങൾ. ഇവ നമ്മുടെ വീടുകളിലും ഒളിച്ചിരിക്കും. തട്ടിൻപുറത്തും ചെറുമാളങ്ങളിലും എലിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ണിൽ കണ്ടതൊക്കെ ഈ വിരുദ്ധൻ കരണ്ട് മുറിച്ച് നശിപ്പിക്കും. അടുക്കളയിലെയും കലവറയിലെയും ഭക്ഷണ സാധനങ്ങൾ തേടി എലി എത്തും. എലിയുടെ വിസർജ്യങ്ങൾ ഭക്ഷണ സാധനങ്ങളിൽ വീഴുക വഴി പലവിധ രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എലിപ്പനി, പ്ലേഗ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് എലിയാണ്. അപ്പോൾ എലിയുടെ പേര് വെച്ചിട്ടുള്ള ഒരു രോഗം തന്നെ എലിയാണ് പരത്തുന്നത്, എലിപ്പനി. You might have seen the rat on roofs and in halls. This cat bites into pieces and destroys whatever comes his way. The rat visits the kitchen and storeroom in search of food. The rat's excreta falls on these food articles, spreading different types of diseases. It is the rat that spreading different types of diseases. It is the rat that spreads diseases like rat fever, plague, etc. അപ്പോൾ നമ്മളിപ്പോൾ 3 ജീവികളെ കുറിച്ച് പറഞ്ഞു. എലി, ഈച്ച, കൊതുക്. അപ്പോൾ ഇവരെ 3 പേരെയും നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട ജീവികളാണ്. ചെറുതാണെങ്കിലും നമുക്ക് പരത്തുന്ന രോഗങ്ങൾ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും നീറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ നമ്മളെ പരിസരം നന്നായി വൃത്തിയാക്കുക. അടുത്തതായിട്ട് രോഗങ്ങൾ, ഡിസീസസ്, പരത്തുന്ന ജീവികൾ, സ്പ്രെഡിങ് ഓർഗാനിസംസ് ഒന്ന് നോക്കാം. മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻകുനിയ, കൊതുക്, കൊളേറ, വയറിളക്കം, ഈച്ച, എലിപ്പനി, പ്ലേഗ്, എലി. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പരത്തുന്ന രോഗങ്ങൾ, ഡിസീസസ്. അപ്പോൾ ഇത് കൂട്ടുകാരെല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക.
കൂടാതെ നമുക്ക് ഇന്ന് ടീച്ചർ ഒരു തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ് കാണിച്ചു തന്നല്ലേ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കൊതുകിന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ പേജിൽ പേര്, നെയിം, കൊതുക്, മോസ്കിറ്റോ, താമസം, കെട്ടിക്കിടക്കുന്ന വെള്ളം, ഡ്വെല്ലിംഗ്, സ്റ്റാഗ്നന്റ് വാട്ടർ, ഭക്ഷണം, മനുഷ്യരുടെ രക്തം, ഫുഡ്, ഹ്യൂമൻ ബ്ലഡ്, വിനോദം, രോഗങ്ങൾ പരത്തൽ, ഹോബി, സ്പ്രെഡിങ് ഡിസീസസ്. അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഈച്ചയുടെയും ഹൗസ് ഫ്ലൈ, റാറ്റിൻ്റെയും എലിയുടെയും ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക. ആദ്യം ഒരു പേജിൽ ഒരു റാറ്റിൻ്റെ ചിത്രം ഒട്ടിക്കുക. അതിൻ്റെ ഇപ്പുറത്തായിട്ട് കൂട്ടുകാർ അതിൻ്റെ നെയിം, പേര്, താമസം, ഡ്വെല്ലിംഗ്, ഭക്ഷണം, ഫുഡ്, വിനോദം, ഹോബി. അപ്പോൾ ഇതുപോലെ എഴുതുക. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡ്. അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും ചെയ്തിട്ട് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു വർക്കാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞെന്ന പോലെ കൂട്ടുകാരെല്ലാവരും ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ കൊതുകിനെ പറ്റിയും എലിയെ പറ്റിയും ഈച്ചയെ പറ്റിയും എല്ലാം പഠിച്ചു അല്ലേ. അപ്പോൾ അവർ പരത്തുന്ന ഡിസീസസ് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ കൂട്ടുകാരെല്ലാവരും കൂട്ടുകാരുടെ വീടിൻ്റെ അടുത്തൊക്കെ മഴവെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കളയുക. അതുപോലെ ശുചിയായി ശുചിത്വത്തോടു കൂടി ജീവിക്കുക. പരിസരങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിച്ച് രോഗങ്ങളെ തടയുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ എടുത്തു തന്നത്. അപ്പോൾ ഇന്നത്തെ വർക്കുകളെല്ലാം എത്രയും വേഗം കൂട്ടുകാർ ചെയ്തിട്ട് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.